ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണേ. രാവിലെ ഞാൻ 6:30 എഴുന്നേറ്റ ശേഷം ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ, മുറ്റം ഒക്കെ ഒന്ന് പരിശോധിക്കും, എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയാണ് അന്തരീക്ഷം എന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം ഞാൻ അതേപോലെ തന്നെ കഥയൊക്കെ തുറന്ന് മുറ്റമൊക്കെ വീക്ഷിച്ചു. പിന്നെ ഞാൻ ആദ്യം നമ്മുടെ പട്ടിക്കുട്ടിൻ്റെ അടുത്ത് പോയി. ഇതാണ് നമ്മുടെ കുഞ്ഞൻ കേട്ടോ. കുഞ്ഞൻ എപ്പോഴും നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ കൂടിനടുകിലേക്ക് വന്നിങ്ങനെ ഇരിക്കും. അവന് നമ്മൾ പാമ്പർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുഞ്ഞിനെ തലോടിയിട്ടൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ വന്ന് ഒരു ഗ്ലാസ് വാം വാട്ടർ കുടിച്ച ശേഷം ഞാനൊന്ന് മെഡിറ്റേറ്റ് ചെയ്യും എല്ലാ ദിവസവും. അങ്ങനെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാനിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. സാധാരണ ഒരു കാർമേഘമൊക്കെ മൂടിയ അന്തരീക്ഷമായിരുന്നു. ഇന്ന് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സൂര്യനൊക്കെ നമുക്ക് കാണാം. നല്ല തെളിച്ചുള്ള ദിവസമായിരുന്നു. ഇത് നമ്മുടെ ടെറസിൻ്റെ വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ. രാവിലെ ബസ്സൊക്കെ പോവും. പിന്നെ കുറച്ച് പായൽ, ഹരിതാഭ, അതൊക്കെ കണ്ടിട്ട് ഞാൻ താഴെ വന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളിന്ന് ക്യാരറ്റും സവാളയും ഇതൊക്കെ എന്നും അത്യാവശ്യം ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇത് ഗോതമ്പ് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. അതും സോസും ഒക്കെ ആയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം പൊളിച്ചു. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് കുറച്ച് മുളകൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് കുറച്ച് ഓർഗാനിക് മുളക് പറിക്കാം. പച്ചമുളക്. ക്ലീനിങ് ആണോ മാമ? മുളക് പറിക്കുന്നത് ഒരു ജീരക വെള്ളം തിളപ്പിക്കാൻ ഇത്രയും ജീരകോടെ. അപ്പോൾ ഇനി കുറച്ച് വർക്ക് ബാക്കി ചെയ്യാനുണ്ട് എനിക്ക്. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. ഞാൻ മുളക് പറിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് സൗണ്ട് കേട്ടത്. ഞാൻ പോയിട്ട് 2 സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ലിങ്ക് ഞാനിതിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് തീർത്തിട്ട് ബാക്കി ഫുഡൊക്കെ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ചെയ്യട്ടെ. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. ഇന്ന് ചോറും പിന്നെന്താ അവിയലുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ തൈരുണ്ട്. ഇത്ര സാധനങ്ങളാണ് ചോറിനുള്ള കൂട്ടാൻ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഞാൻ കുറച്ച് കേടും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കണം കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വയറിനൊക്കെ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. നല്ലതാണ് തൈര്. ഇനി ഒരു സിനിമ കാണാം. അപ്പം ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ വീടൊക്കെ വൃത്തിയാക്കി. അതിനുശേഷം വിളക്കൊക്കെ ഒരുക്കി വെച്ചു. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് കത്തിക്കാം. അപ്പോൾ ഞാൻ അവിടെയാണ് വിളക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ശേഷം ഞാൻ എല്ലാ ദിവസവും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വിളക്ക് കത്തിച്ച ശേഷം ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഈ പറഞ്ഞ ചെടിയും അതേപോലെ തന്നെ ഇവിടെ എപ്പോഴും റോഡിൽ കൂടെ വണ്ടികൾ പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കാം അറ്റ്മോസ്ഫിയർ ഒന്നും കിട്ടില്ല. പക്ഷേ കൊള്ളാം. ഈ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. എൻ്റെ തൊട്ട് ബാക്കിലാണ് റോഡുള്ളത്. ഒത്തിരി വണ്ടികൾ പോകും ഈ ഒരു സമയമാകുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ച ശേഷം നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ടിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കഴിക്കാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അവലും പാലും
നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി പൊതുവേ ഞാൻ ചെയ്യുന്ന അടുത്ത ഡ്യൂട്ടിയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുക. നമുക്ക് നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാം. ഒരു ചെടി ശരിക്കും പൊതുവെ ചെടി ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു സാധനം ഞാൻ കാണിച്ചുതരാം. ഇങ്ങ് വരും. ഇത് കണ്ടോ, ഈ ചെടി ഞാനൊരു 3 ഇലയുള്ള ടൈമിൽ കൊണ്ട് വെച്ചാണ്. ഇപ്പം അതിന് പുതിയ നാമ്പ് വരുന്നത് കണ്ടോ. ഈ ചെടി ഇത്ര ബുഷിയായിട്ട് വളർന്നത് ഇപ്പോഴാണ്. ഈ ചെടിയൊക്കെ അതേപോലെ ഉണങ്ങി നിന്നതാണ്, അത് നല്ല ഭംഗിയിലായത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ്. സമയം 10:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.